വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആശയങ്ങളെ, മുന്നോട്ട് വെച്ച രീതിശാസ്ത്രങ്ങളെ ലോകം തേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തിയ വിശുദ്ധ ഖുർആൻ മഹത്വമേറിയതാണെന്ന് നമുക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയും. 4-ാം അധ്യായം സൂറത്തു നിസായിലെ 75-ാം സൂക്തത്തിൽ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നല്ലേ ചോദ്യം? وَمَا لَكُمْ لَا تُقَاتِلُونَ في سبيل الله والمستضعفين من الرجال والنساء والولدان. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരമായി എന്തുകൊണ്ട് സ്ത്രീകളുടെയും എന്തുകൊണ്ട് വൃദ്ധരുടെയും എന്തുകൊണ്ട് കുട്ടികളുടെയും കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടുകൂടെ കൂട്ടരെ എന്നാണ് ചോദ്യം. ആദ്യമായി സ്ത്രീ വിമോചനത്തിനും സ്ത്രീകളുടെ സംരക്ഷണത്തിനും വേണ്ടി പോരാടിയത് ഡെൻമാർക്കുകാരൻ ഫ്രെഡറിക് ബാജർ ആണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ 1200 വർഷങ്ങൾക്ക് മുമ്പാണ് വിശുദ്ധ ഖുർആൻ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ മഹത്വം തന്നെയാണ്, മഹത്വമേറിയ ഗ്രന്ഥം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിഷയം ഖുർആൻ വളരെ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. അതിലപ്പുറം സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് കോട്ടം വരുത്തുന്ന കാരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് സ്ത്രീകൾ ശ്രദ്ധിക്കണം എന്ന് കൃത്യമായി സൂചന നൽകിയ ഗ്രന്ഥം ഏതാണത്? അതാണല്ലേ നമ്മുടെ നാട്ടിലെ ഗായകരോ അതല്ലെങ്കിൽ മതവുമായി ബന്ധമില്ലാത്ത ശ്രദ്ധേയരായ ആളുകളൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. പുരുഷന്മാരെ ബുദ്ധിമുട്ടിക്കരുത് നാട്ടിലെ സ്ത്രീകൾ പറയാൻ തുടങ്ങിയ ആളുകൾ അല്ലേ? ലോകം പറയാൻ തുടങ്ങി, വിശുദ്ധ ഖുർആനിന്റെ ആശയത്തിലേക്ക് വരാൻ തുടങ്ങി. സ്ത്രീകൾ പുരുഷന്മാരെ പ്രയാസപ്പെടുത്തരുത് എന്ന്. പുരുഷന്മാരും വികാരമുള്ളവരാണ് എന്ന് പറഞ്ഞു, വികാര വിചാരങ്ങൾ ഉള്ളവരാണെന്ന് പറഞ്ഞു. ഇത് അവരുടെ വിശ്വാസത്തെ, അവരുടെ ഈമാനിനെ ചോദ്യം ചെയ്യരുതെന്ന് പ്രഖ്യാപിച്ചു. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി 7-ാം അധ്യായം സൂറത്ത് അഅറാഫിലെ 26-ാം സൂക്തത്തിലൂടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സൂചിപ്പിച്ച ഒരു പ്രയോഗമുണ്ട്. അതാ ഇന്ന് ആളുകൾ പറയുന്നത് സ്ത്രീകൾ ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുതെന്ന്, സ്ത്രീകൾ അവരുടെ ഔറത്തുകൾ മറച്ചു വരണമെന്ന്. എന്താ എവിടെയാ ഉള്ളത്? വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, യാ ബനീ ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശൻ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ ദാലിക മിൻ ആയാതില്ലാഹ് ലഅല്ലഹും യദ്ദക്കറൂൻ. മനുഷ്യരെ, യാ ബനി ആദം. നേരത്തെ നാം 20 പറഞ്ഞതിന്റെ ചെയ്തു പറയേണ്ട ഒന്നാണ് യാ ബനി ആദം, മനുഷ്യ സന്തതികളെ, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. യുവാരി സൗആതികും, നിങ്ങളുടെ ഔറത്തുകളൊക്കെ മറച്ചു വെക്കണം. അതിനാ അലങ്കാരമാണ്, ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ വസ്ത്രം ധരിക്കുന്നതാണ് കേട്ടോ. ദാലിക ഖൈർ, അതാണ് കേട്ടോ ഉത്തമം. ഇല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടും, പ്രശ്നങ്ങൾ ഉണ്ടാകും. സാന്ദർഭികമായി ചോദിക്കട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന അല്ല, ഈ വിശുദ്ധ ഖുർആനിന്റെ വചനം ഈ സന്ദർഭം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരങ്ങളോടൊരു ചോദ്യം. നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ പെങ്ങന്മാർ, നിങ്ങളുടെ ഉമ്മമാർ, നിങ്ങളുടെ അനിയത്തിമാരും ജ്യേഷ്ഠത്തിമാരും നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നവരാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തോട് എങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു അവർ? ആളുകളെ കാണിക്കാനാ? ശരീരത്തിന്റെ നിറം മാറ്റിയ മാത്രം വസ്ത്രധാരണമുണ്ടല്ലേ? നിറം ഒന്ന് മാറി, മറ്റൊന്നുമില്ല. ബേക്കറിയിലെ ഹലുവ പോലെ മറ്റാർക്കും സ്പർശിക്കാൻ കഴിയില്ല, പക്ഷെ കാണാം, തൊട്ടാ വിവരം അറിയും അല്ലേ? അങ്ങനെയാണോ വസ്ത്രധാരണം?
എങ്കിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം അപകടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ആടിക്കുഴയാത്ത, കൊഞ്ചിക്കുഴയാത്ത, തലക്ക് മീതെ വലിയ ഒരു കെട്ടുണ്ടല്ലോ, പ്രവാചകൻ വിശദീകരിച്ച നരകാവകാശികളായി പോകുന്ന, അത്രയും ഞാൻ ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. അവിടെ നിന്ന് മാറാൻ നമ്മുടെ പലരുടെയും പർദ്ദ അത് പർദ്ദയല്ല. എന്താ നമ്മുടെ ഇസ്ലാമിക വേഷം? പർദ്ദ ധരിച്ചിട്ട് കൃത്യമായി വശീകരിക്കപ്പെടേണ്ട, ആകർഷിക്കപ്പെടുന്ന ഭാഗങ്ങളിൽ വർണ്ണം മാറ്റിയിരിക്കുന്നുവല്ലേ? അവിടെ മാത്രം കീറലുകൾ വെച്ചിരിക്കുന്നുവല്ലേ? അവിടെ മാത്രം എംബ്രോയിഡറി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നുവല്ലേ? പാറിപ്പറക്കുന്ന പർദ്ദകളോ, ബോഡി ഷേപ്പ് പർദ്ദകളോ, സ്ത്രീ സുരക്ഷ അപകടത്തിലായിരിക്കും. ഖുർആൻ പറഞ്ഞു അരുത്, അത് മറക്കാനുള്ളതാണ്, സൗന്ദര്യമായി സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ഉത്തമം, നിങ്ങൾക്ക് ഗുണകരമാകുന്നതും തഖ്വയോടുകൂടെയുള്ള വസ്ത്രധാരണമാണ് കേട്ടോ എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, കുഞ്ഞിന് മുലയൂട്ടണം. ശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെ കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. 1.5 വർഷക്കാലം കുഞ്ഞിന് മുലയൂട്ടണം എന്ന യൂണിസെഫിന്റെ ശിശു സൗഹൃദ പ്രഖ്യാപനം വന്നത് കേവലം 15 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിന്റെ അവതരണ കാലത്ത് പ്രാരംഭഘട്ടത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സമാധാന നോബൽ ജേതാവ് അദ്ദേഹം സപ്പോർട്ട് ഓഫ് ചിൽഡ്രൻ റൈറ്റ്സ് എന്ന ഒരു സംഘം രൂപീകരിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 33-ാം സൂക്തത്തിൽ പറഞ്ഞു, പിഞ്ചു കുഞ്ഞുങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച് ഒന്നാമത്തെ പ്രയോഗം വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി ഒരു കുഞ്ഞിനെ പോലും നോവിച്ചുകൂടാ, കൊല ചെയ്യാൻ പാടില്ല എന്ന്. ശേഷം വിശദീകരിക്കുന്നു 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 233-ാം വചനം, വൽവാലിദാതു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. ഉമ്മമാർ, നൊന്ത് പ്രസവിച്ച ഉമ്മയ്ക്ക് ഡ്യൂട്ടി അവസാനിച്ചില്ല, 2 വർഷം ആ കുഞ്ഞിന് മുലയൂട്ടണം. സ്തന സൗന്ദര്യത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ നൽകാത്ത സ്ത്രീകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്തനാർബുദം ബാധിച്ച് പ്രയാസം പറയുന്നു അല്ലേ? കുട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, കുട്ടിക്ക് ലഭിക്കേണ്ടത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവകാശ നിഷേധം നടത്തിയതിന്റെ ശിക്ഷ കൂടെ, ശരീരത്തിന്റെ ഒരു റിഫ്രഷ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി എന്നതിന്റെ പേരിൽ അനുഭവിക്കുന്ന പ്രയാസം, അള്ളാഹുവിന്റെ ശിക്ഷ വിശുദ്ധ ഖുർആൻ അന്ന് പ്രഖ്യാപിച്ചു. വിശുദ്ധ ഖുർആൻ മഹത്വമേറിയ ഗ്രന്ഥമല്ലേ? തീർച്ചയായും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, പ്രഖ്യാപിക്കാൻ കഴിയും.